ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ വ്ളോഗ്. നമ്മളിന്ന് സ്വാദിഷ്ടമായ ഒരു മട്ടൻ കറിയും പിന്നെ അതിന് കഴിക്കാനായിട്ട് ദോശയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഐഷ്ണുവിന് റെസ്റ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മളിന്ന് സൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്വാദിഷ്ടമായ മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, മട്ടൻ മസാല വേണം, ഗരം മസാല വേണം, പിന്നെ പെപ്പർ പൊടി വേണം, ഒരു കഷ്ണം കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് കറുവേപ്പിലയും. ഓക്കെ, മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് നിർത്തും. അപ്പോൾ വെളുത്തുള്ളി ഒരു സ്പൂൺ ഇടാം, ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാണ് ജിഞ്ചർ, അതൊരു സ്പൂൺ ഇടാം. ബാക്കി മസാലയൊക്കെ ഓരോ ടീസ്പൂൺ എടുത്ത് വെച്ചതാണ്, അത് മൊത്തമായിട്ട് നമ്മൾക്ക് ഇടാം. ഓക്കെ, എന്നിട്ടിത് നന്നായിട്ട് വേവിക്കാനായിട്ട് നമുക്ക് കുക്കറിൽ വയ്ക്കണം. ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിലൊക്കെ വെച്ചാൽ മതി, വെന്ത് കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിർത്തിയോ? ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു ടീസ്പൂൺ 1-1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇത് 1/2 കിലോ മട്ടനാണ്. ഈ 1/2 കിലോ മട്ടനിലേക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് മട്ടൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ അതിൻ്റെ പൊടിൻ്റെ അളവും എല്ലാം കൂടും. ഓക്കെ, ഒരു 3-4 വിസിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വിസിൽ വെക്കാനായിട്ട് കുക്കർ അടയ്ക്കാൻ പോകണം. അതിന് മുന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. മട്ടനിൽ വെള്ളം ഓൾറെഡി ഉണ്ടാവും, എന്നാലും കുറച്ച് വെള്ളം ഒന്ന് കുറച്ച് മതി വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് വേവിക്കാം, വിസിൽ വേവിക്കാം. ഒരു 5 വിസിലാണ് നമ്മൾ വെക്കുന്നത്. ഇത് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. നമുക്കിനി ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ ഉള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പൂണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മട്ടൻ മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ, പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും കൂടി ഓയിൽ ചൂടായതിനു ശേഷം ഇട്ടാൽ മതി. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവോളയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴറ്റി വരാനായിട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ അളവിൽ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് കൊടുത്താൽ മതി. സവാള അത്യാവശ്യം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയുള്ളി നമ്മൾ ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ ചെറുള്ളിയും വല്യുള്ളിയും അത്യാവശ്യം കളർ ഒത്തിരി ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി പൂണ്ട് നേരത്തെ എടുത്ത് വെച്ചാൽ ഇഞ്ചിയും പൂണ്ടും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റാം. അപ്പോൾ സവോള പിന്നെ ചെറിയുള്ളി ഇഞ്ചി പൂണ്ടൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പൊടികളൊക്കെ ഇടാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം.
മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി, ഒരുപാട് ഇടണ്ട അല്ലെങ്കിൽ കുത്തും. അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മൾ 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മട്ടൻ മസാല ഒരു മണത്തിന് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് വേണ്ട. കുരുമുളക് പൊടി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയിൽ എരിവ് എത്ര കഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഗരം മസാല നമുക്ക് അധികം വേണ്ട, കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോണത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കൊരു തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ചെറിയൊരു പുളിപ്പ് ഇഷ്ടമുള്ളവരായതുകൊണ്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അവിടെ കൊച്ചിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഐശുവും കൊച്ചൊക്കെ എപ്പോഴാണ് എണീറ്റത്, അത് എണീറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. രാഗെ എക്സൈറ്റഡ് ആകും. ഇന്നിപ്പോൾ മട്ടൻ ഞാൻ അടുക്കളയിൽ കയറി എന്ന് പറയുമ്പോൾ. കുറച്ച് കറുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും മണത്തിന്. കറുവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കേട്ടോ, അതുകൊണ്ട് നമ്മളെപ്പോഴും എല്ലാ കറികളിലും കറുവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട്. പുറത്തുനിന്ന് പോകുന്ന കറുവേപ്പിലകളിലൊക്കെ നല്ലോണം മരുന്നും കാര്യങ്ങളും അടിക്കാറുണ്ട്. ഒന്നുമില്ലാത്തതാണല്ലേ. അപ്പോൾ ഗ്രേവിക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ നമുക്ക് തയ്യാറാക്കാൻ വെച്ച മട്ടൻ എന്തിട്ടുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, മട്ടൻ സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്ക് മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടനുള്ള വെള്ളവും എല്ലാം കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പിന്നെ ഒന്നും മാറ്റേണ്ട കാര്യമില്ല. അതിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വാങ്ങിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഓക്കെ, ദോശകൾ നേരത്തെ എടുത്ത് വെച്ച മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതി. കറി ഓക്കെ ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്യുക, ബെല്ലൈക്കൺ അഴിക്കുക. ഞങ്ങൾ ഇതുപോലത്തുള്ള വീണ്ടും തുടർച്ചയായ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് പാൻ ഒന്ന് ആദ്യം ചൂടാക്കി എടുക്കാം. എന്നിട്ട് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ദോശയ്ക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ദോശയെടുത്ത് നമുക്ക് ഐശ്വര്യ കൊടുക്കാം. ഐശ്വര്യ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് പറയട്ടെ. നല്ല സ്പൈസി ആയിട്ടുണ്ട്. എനിക്ക് പൊതുവേ നല്ല സ്പൈസിനോട് നല്ല ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ കയറിയിട്ടാണല്ലോ കുക്കിംഗ് ചെയ്യുക. അപ്പോൾ വല്ലപ്പോഴും നമുക്ക് ഹസ്ബൻഡ് ഇങ്ങനെ കുക്കിംഗ് ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് പിന്നെ ആ സ്നേഹം എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.